ഇഞ്ഞൊന്നുകൂടി ഇരിക്കുക, ഇഞ്ഞൊന്നുകൂടി കേറ്. നിലത്തൂത്തണ്ട. നിങ്ങൾ രണ്ടാളോ താലോലം താലോലം കുഞ്ഞി പെണ്ണേ. നീ കുട്ടീനെ അടുത്ത് ഉമ്മാൻ്റെ അടുത്ത് വെച്ചു കൊടുക്ക്. പെരയില് ആട്ടുകട്ടിലുണ്ടായിട്ട് ഇന്നേ വരെ ആട്ടുകട്ടിലിൽ ഇരിക്കാത്ത ഉമ്മയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇരിക്കാൻ പേടി അത്ര. ഇവിടെ വന്ന എല്ലാരും ഇരിക്കണ സാധനം ആട്ടുകട്ടിലാണ്, ഉമ്മ ഇതുവരെ ഇരിക്കാത്ത സാധനം ആട്ടുകട്ടിലാണ്. തുമ്പി എവിടെ? അവിടെ തുമ്പി എവിടെ? അവിടെ തുമ്പി എവിടെ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ താരം ഉമ്മയാണ്. അപ്പോൾ ഉമ്മാനെ നമ്മൾ മെയിൻ ആക്കി ഇരുത്തിയേക്കുള്ള കാര്യം വെച്ചാൽ ഉമ്മാനോട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, പഴയ വീട് വിൽക്കാൻ പോവാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഗൈസ്, ഇവിടെ വീട്ടിലൊരു വിരുന്നുകാര് വന്ന ഉമ്മ ഇല്ല, വീട്ടില് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉമ്മ ഇല്ല. ഉമ്മ ഉണ്ടാവും എപ്പോഴാണെന്നറിയാം, രാവിലെ ഉമ്മ കുക്ക് ചെയ്തിട്ട് ഒറ്റ പോക്ക. പിന്നെ ആളെ കിട്ടണമെങ്കിൽ വൈകുന്നേരത്തെ സന്ധ്യഭാഗം കൊടുക്കണം. അപ്പോൾ പിന്നെ എന്നോട് ഞാൻ അവിടെ നിന്നിട്ട് പോരുമ്പോൾ ഞാൻ 3 നിബന്ധന വെച്ചായിരുന്നു. അതായത് പെര ഞാൻ വിൽക്കൂല, വാടകയ്ക്ക് കൊടുക്കൂല, എന്താവും പെര ഇവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് ഇടയ്ക്ക് വന്ന് നോക്കാന്നൊക്കെ. ഈ ഇടയ്ക്ക് എന്നുള്ളത് ഡെയിലിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ഡെയിലി അല്ല, ഇപ്പോൾ ഫുൾ ടൈം അവിടെ തന്നെയാണ്. അതിനുള്ള കാരണം എന്താണ്? ഇവിടെ നിങ്ങളെ ഇടങ്ങേറാക്കുണ്ടോ? അമ്മായിമ്മ പോര് ഇവിടെ നടത്തുണ്ടോ? മരുവോള് പോര് ഇവിടെ നടത്തുണ്ടോ? ഉണ്ടോ? മരുവോളും പോര് ഇവിടെ നടത്തുണ്ടോ? ഉണ്ടോ? അല്ല, ഇന്നലെ ഗ്യാസും കുറ്റിന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗ്യാസിന്റെ സാധനമൊക്കെ വാങ്ങി അവിടെ ഗ്യാസ് വെക്കണം എന്ന് പറഞ്ഞു. ഇവിടെ അടുപ്പുള്ളപ്പോ നമുക്ക് അവിടെ അടുപ്പ് കത്തിക്കണോ? അതെന്തിനാ ഇത് തിന്നാൻ കൊടുക്കില്ല? അപ്പൊ നിങ്ങക്ക് വെച്ചുണ്ടാക്കി തിന്നൂടാ? എല്ലാവർക്കും അതിനൊന്നാവൂല. അപ്പൊ ഗ്യാസ് എല്ലാം റെഡിയാക്കി ഇവിടുന്ന് പോവാൻ വേണ്ടി. അതാ കുട്ടി ഇപ്പൊ ഒരു ചുടുവെള്ളം ശരിയാവത്, അതിന് അപ്പുറത്ത് ഇരുത്ത്. പട്ടപ്പൊടി കത്തിച്ചണ്ടേ? അപ്പൊ ഇന്നാലും തുള്ളി വെള്ളം ഗ്യാസ് വെച്ചിട്ട് ഞാൻ ഗ്യാസ് അവിടെ വെച്ചതാ. നിങ്ങക്ക് ഇനി ലാസ്റ്റ് ഓപ്ഷനാണ്. അതായത് പെരയിലേക്ക് ആഴ്ചയിൽ 3 വട്ടം പോവാ, പള്ളി കൊണ്ടുവരും. ബാക്കിയുള്ള ദിവസങ്ങൾ ഇവിടെ ഇരിക്കുക. നടക്കാനോ? എന്നാ ഷിയാബ് കാട്ടിയമാര് മക്കത്തേക്ക് നടന്നോളി. കുറച്ചിട്ട് വന്നായി. ആര് ആര് കൊലച്ചോറോ? കൊലച്ചോറ് അത്രേ, തേങ്ങാച്ചോറാ കൊലച്ചോറ്. എന്ത് എന്താ പറയും? കൊഴുപ്പ്. ഓക്കെ, നിങ്ങൾക്ക് കൊഴുപ്പുണ്ട്. പിന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. രാത്രി ഉറക്കില്ല പറയും. ആർക്ക് രാത്രി ഉറക്കല്ല? ഇന്റെ തന്നെ ഞാൻ നടന്നു വർത്താൻ എന്റെ കൂടെ ഈ സാധനം ഉണ്ട്. അത് രാത്രി വന്നാലേ വിസിറ്റിംഗ് വീട് മാറി കടന്നിട്ടാ? അതെന്താ നിങ്ങക്ക് ഉറക്കം കിട്ടാത്ത? കട്ടുമ്പോ കടന്നിട്ടാ? അവിടുത്തെ കട്ടില് വേറെ അല്ലേ, ഇവിടുത്തെ കട്ടില് വേറെ അല്ലേ? ആലോചനകൾ കൂടുതലുണ്ടോ? എന്തിന്റെയൊക്കെ ആലോചന ഉള്ളത്? എന്ത്? നിങ്ങൾ തന്നെ പറയും, ഉമ്മ ചെയ്യണത് ശരിയാണോ അതോ തെറ്റാണോ? ഇവിടെ ഒരു വിരുന്നുകാര് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉമ്മാനെ കൊണ്ടുവരാൻ അങ്ങോട്ട് പോകണം. ഇന്നലെ മിനിഞ്ഞാന്ന് ആ തിരൂരിന്ന് ആൾക്കാർ വന്നപ്പോഴും ആള് ഇവിടെ ഇല്ല.
അപ്പൊ ആൾക്കാര് വരുന്ന ടൈമിൽ നിങ്ങളില്ല. അപ്പൊ ആൾക്കാർ എന്താ പറയണെന്ന് അറിയോ? അല്ല ഇജ് എന്റെ ഉമ്മാനെ അവിടെ കൊണ്ടാക്കി ഇജ് പെര വെച്ചപ്പോ അല്ലെങ്കിലേ എനിക്ക് ഇവിടെ നിക്കാൻ തൊഴിലില്ല. അങ്ങനെയൊക്കെ പറച്ചില് വരുന്നുണ്ടേ. ഓൻ പെര വെച്ച് കഴിഞ്ഞപ്പോ ഉമ്മാനെ പഴയ വീട്ടിലേക്ക് ആക്കീന്ന്. അതാണ് ഇപ്പൊ പൊതു ചർച്ച. അപ്പൊ പിന്നെ നിങ്ങളോട് ചോദിച്ചു നോക്കണം, ഞാൻ ആരും പഴയ വീട്ടിലേക്കൊന്നും ആക്കിയില്ല. ഞാൻ പഴയ വീട്ടിലേക്ക് ഇപ്പൊ പോണ്ടാന്ന പറച്ചില്. പഴയ വീട് മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റൂല. അതിനല്ല നമ്മളത് വിൽക്കാത്തതും പോവാത്തതും. ഇനിയിപ്പോ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരാണെന്ന് പറയാം. അതല്ല, എന്താ വെച്ചാൽ ഇവിടെ ആകെ ഇത്രയും വലിയ പെരയില് ആകെ 3 ആളുള്ളത്. അപ്പൊ ഇവിടുത്തെ ആള് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു ഇതന്നെയല്ലേ. അവര് മത്സ്യങ്ങളെന്നാട്ടെ അതൊക്കെ അപ്പളല്ലേ. അങ്ങനെ നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് ഇരിക്കാൻ പറ്റൂലല്ലോ. അതില് കാര്യമില്ല. ഇവിടെ മരിക്കണതും മരിക്കാത്തതും രണ്ടും രണ്ടാ. ആൾക്കാര് വരുമ്പോ ഇവിടെ മെയിൻ ആള് ഏത് സമയത്താ വരാ? അത് അത് പറ്റില്ലല്ലോ. വരുന്ന സമയത്തൊക്കെ ശരി ഡെയിലി അങ്ങനെ പോകുമ്പോ പ്രശ്നല്ലേ. ഒരു പ്രശ്നമല്ല. ഗൈസ്, എന്താ ഞാൻ എന്റെ 2 കോഴിക്കുട്ടികളുണ്ട്, എന്റെ ഒരു പൂച്ചക്കുട്ടി. അപ്പൊ ആ 2 കോഴിക്കുട്ടിനും പൂച്ചക്കുട്ടിനൊക്കെ ഇങ്ങോട്ട് കൊടുന്നോളാം ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കുടിക്കൊരു ഇവിടെ കൊണ്ടുവരണ്ടായിരുന്നോ നിങ്ങളോട്? ഞാനതിന് കൊണ്ടുവരല്ലോ. പറഞ്ഞോ? പറഞ്ഞോ? അത് ആ കുടിക്കൊരു കാവലാണ്. ആ കുടിക്ക് കാവല് എല്ലാരും പോന്നാ കുടി ഒറ്റേ ആളെനക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞോ? ആളനൊക്കെ ഉണ്ടാവണം. ആ ചങ്കില് പോകാൻ പറ്റുള്ളൂ. അതാറുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പൊ ഞാന് ജസ്റ്റ് എല്ലാവരും ഇപ്പത്തെ ചർച്ച അതാണ് കേട്ടോ. എന്ത് ഉമ്മ രാവിലെ ആക്കി ഇങ്ങനെ നീച്ചിങ്ങനെ പോകുമ്പോ ആൾക്കാര് നീക്കുമ്പോ കാണുന്നത് ഉമ്മാനെയാണ്. ഓര് വൈകുന്നേരം നീക്കുമ്പോ കാണുന്നത് പുറത്തിറങ്ങുമ്പോ കാണുന്നത് ഉമ്മാനെയാണ്. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്താ, ഈ തള്ളനെ ഇവിടെ കൊടുന്നാക്കി ഓ വലിയ പെരയിൽ ഇരിക്കുകയാണ്, ഓലെ നോക്കണില്ല. എന്നോട് നാളെ ഞാനവിടെ കുത്തുന്ന ഞാൻ നഖം മുറിക്കുക. അതിലിന്നോട് ഒരാൾ അല്ല ഇജ്ജെന്താ മോളെ അഞ്ചോടെ കുത്തിരിക്കുക, അല്ല ഇജ്ജെന്താ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ അഞ്ചോടെ അല്ലാതെ അഞ്ചോടെ കുത്തിരിക്ക് പോയിട്ട്. അങ്ങനെ ആൾക്കാർ ചോദിച്ചു നിങ്ങളെന്താ നേരം വെക്കണേലും ഇങ്ങോട്ട് പോയിരുന്നു. ഒന്നുമില്ല, ഞാൻ പോയതും അതിനിപ്പോ എന്താന്ന് ചോദിച്ചു. ഇനിയിപ്പോ ഗ്യാസും കൂടി ഇപ്പൊ അവിടെ വെച്ചാൽ അതിന്റെ ഉറക്കക്കേടാണെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും അതാവും. എന്ത് ഗ്യാസിന്റെ കുറ്റി ഞാൻ കൊണ്ടേക്കാണല്ലോ. ഗ്യാസിന്റെ കുറ്റി അവിടെ ഉണ്ടല്ലോ. ഗ്യാസും കുറ്റിയല്ല, ഗ്യാസുമ്പോ ലീക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട് 3 ദിവസമായി ഞാനത് അയച്ചു കൊണ്ടേക്ക്. അത് വന്ന് പിറ്റീതാട്ട് അതെന്തിനാ എനിക്ക് അവിടെ? അതവിടെ ഇരുന്നോട്ടെ. പോകുമ്പോ ചൂടുവെള്ളം വെച്ച് കുടിച്ചാണ്. അത് വെച്ചാൽ ഉച്ചക്ക് തന്നെ കോയിനെ വിട്ട് വിട്ടു ഞാന്. പിന്നെ അതിന് മുളച്ചിട്ടാ വരുള്ളൂ. അന്ന് മൈരീക്ക് നിസ്കരിച്ചിട്ട് ചിലപ്പോ ഞാൻ അവിടുന്ന് വരില്ലുള്ളൂ. അവിടെ ഒരു ആള് ഇറങ്ങിപ്പോയതാണേ. അത് ഓർമ്മല്ലേ? അതൊക്കെ ഓർമ്മണ്ട്. പിന്നെന്താണ്? ആള് നമ്മളെ കൂടെ ഇവിടെ ഉണ്ടാവുമല്ലോ. ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് വളക്കൊളത്തി. എന്താ വളക്കൊളത്തി? അമ്പലോ ചെന്നത്തിന്റെയൊക്കെ കത്തിച്ച്. ഓക്കെ ഗായ്സ്, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനി എന്തായാലും ഞാൻ പുറത്താക്കിക്കോ ഞാൻ ഇതാക്കിക്കോ ഒന്നും അല്ലാതാ പറയുന്ന കേട്ടില്ലേ. കൊറേ ആൾക്കാര് പറയുന്നുണ്ട് ഇത് ഈ 1000 കുടത്തിന്റെ വായ അടച്ച ഒരാളെ വായ അടക്കാൻ പറ്റൂല എന്ന് പറയുന്നേക്കാം. കൊറേ ആൾക്കാര് നോക്കണ്ട്. സെർച്ചിങ്ങിലാണ് നിങ്ങള് ഫുൾ സെർച്ചിങ്ങിലാണ്. നിങ്ങൾ നടക്കുന്നതും നിങ്ങൾ പോണതും നിങ്ങൾ വരുന്നതൊക്കെ എന്റെ ക്യാമറയേക്കാൾ കൂടുതൽ മുമ്പിലെത്തും ഇവിടെ. അതൊക്കെ അങ്ങനെയാണ്, അതാ പറയണത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഉമ്മാക്ക് അവിടെ പോയിട്ട് ഗ്യാസും കുറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിന് ഉറക്കം വന്നിക്കണേ. അതാ കഥ തൂങ്ങണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് പഴയ വീട്ടിൽ പോയിട്ട് നമുക്ക് എന്താക്കാം, മാങ്ങ അരക്കല്ല ഗ്യാസും കുറ്റി ഒന്ന് റെഡി ആക്കി കൊടുക്കട്ടെ. അപ്പൊ ഞാന് ഇവിടുന്ന് പുറത്താക്കിക്കോന്നല്ല. അപ്പൊ വരുന്നോര് വിചാരിക്കണതൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ എപ്പോ വന്നാലും ഉമ്മ എവിടെ ചോദിക്കും, ഉമ്മ അവിടെ അല്ല, ഉമ്മ പഴയ പെരയിലാണ്. അപ്പൊ ഓല് വിചാരിക്കുക എന്താ, ഓൽക്ക് അറിയില്ലല്ലോ ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും. നിങ്ങൾ പറയുന്ന മാതിരി ബാക്കിയുള്ളവര് അക്സെപ്റ്റ് ചെയ്യണ്ടേ. നടക്കി നടക്കി പോയി അത് വെച്ച് തന്നിട്ട് മനസ്സില്ല മനസ്സോദരയാണ് പുതിയ പെരയിൽ നിൽക്കുന്ന ആള്. അങ്ങോട്ട് പോകണമെന്നുണ്ട്, ഇന്ന് നമ്മളെ നിക്കണമെന്നുണ്ട്. എപ്പോഴോ തുടങ്ങിയിരിക്കണ് ഞാൻ അങ്ങോട്ട് പോവാണ് ഞാൻ പോവാതെ നിർത്തിയെടുക്ക കഴിച്ചു ഇവിടെ. എന്തിനാ അങ്ങോട്ട് പോകാൻറ്റോ? അവിടെ പോയി പോയില്ലെങ്കിൽ സമാധാനം. ഇതുവരെ ടെൻഷനാണ് അങ്ങോട്ട് പോകാനിട്ട്. ആ പെര വാടക കൊടുത്ത പിന്നെ അങ്ങോട്ട് പോവും.
മണിയെ അന്തിപ്പാതിരൊക്കെ വരുമ്പോ അനക്ക് കണ്ടിരുന്നില്ലേ ഇപ്പൊ വെളിച്ചത്തിൽ നടക്ക്. നിങ്ങക്ക് കാവലിക്ക് നിങ്ങള് ഇതൊന്നുമല്ല മറ്റേ മുള്ളൊക്കെ ഉണ്ട്. ആ ഇതില് കൊറേ കൂട്ടിക്കണല്ലോ അല്ലേ? ആ ഓടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഈ പുളിയുടെ ഇത് ഊണാലേ ഓടൊക്കെ തുരുപിട്ടു. ഓടല്ലേ കമ്പി ഇതുവരെ വെട്ടുക. പുള്ളിയൊന്നും വെട്ടിയ ഇതാവൂല. ഗായ്സ് അപ്പൊ നിങ്ങടെ ഉമ്മ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതാ നിക്കണ് മഴ നോക്കി നിക്കിട്ട് പോയിട്ട് കുട്ടി പാവം. ഈ ചക്കയൊക്കെ നോക്കാം ഒന്നുണ്ടായുള്ളൂ. നിങ്ങൾ ഏത് മാങ്ങ ഇറക്കണം പറഞ്ഞു? ഏത് കന്നിമാങ്ങയുടെ അച്ചാറിടാനോ? ഉപ്പിലിടാന്. അത് ഇജാസ് ദിയനെ കേറിയിട്ടാണ് പോയത്. വലിയ വലിയ മാങ്ങ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ ഇതിനൊക്കെ പൊട്ടിക്കുന്നു വലിയ വലിയ മാങ്ങ. കൊറേ ഗ്യാസ് ഉണ്ട്. അവിടുത്തെ ഗ്യാസ് കഴിഞ്ഞത് കൊണ്ടുപോവാ. അതിനേരോ വാങ്ങന്നല്ലോ ഇവിടുന്ന് ഏറ്റി പോണ്ടേ. സുട്ടം നോക്കണോ? ഒറ്റക്ക് ഞാൻ ഏറ്റി വന്നു. അപ്പളോ നിങ്ങളൊക്കെ ചെയ്യും. ഞാൻ അറിഞ്ഞിട്ട് ഗ്യാസ് ഇവിടെ ഉള്ള കാര്യം കഴിഞ്ഞ കാര്യം അതൊക്കെ ഒറ്റക്ക് ഏറ്റി കൊടു നിങ്ങളെ. ഡോക്ടർക്ക് പോയി മുതുവരുത്തായി ആദ്യം അത് വെക്ക്. ഇത് ലീക്കായിട്ട് എങ്ങാനും പൊട്ടിട്ട് അല്ലടാ വെച്ചാടി വയറ് നോക്കട്ടെ. ലീക്കൊന്നുമില്ല. ഈ കോഴി ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിയാണ് കേട്ടോ. ഉമ്മാക്ക് ഇനി ഈ പെരയിലും കുക്ക് ചെയ്യാനുള്ള രീതിക്കുള്ള നമ്മൾ ആക്കി കൊടുക്കാണ്. ഇനി ഇത് മുറുക്കാനുള്ള സാധനം വേണം. ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്യും. പുതിയായി എത്ര കല്ലാ ഉപയോഗിച്ചത്? പോയപ്പോഴാ മാറ്റണേ. പോയപ്പോഴാ മാറ്റണേ. ഒട്ടുമല്ല പോരാ. കുട്ടിനെ മാറുന്നോളി. അത് പൊട്ടി തെറിച്ചൊന്നുമില്ല. എന്താ പോണ്ടോ? ഗ്യാസ് പോണ്ടോ? മണത്തൊക്കെ സൂചിട്ട് പോണ്ടോ? കുട്ടിനെ കുറിച്ചാലോ ഞാൻ പോയിച്ച പോട്ടെ. ഉണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള മാതിരി ഒക്കെ റെഡി ആക്കി വെക്കും. എന്താച്ചാ ഇതിന് കേടഞ്ഞാപ്പോളില്ലേ മുഖത്ത് ചെറിയ കണ്ടിപ്പോ ലൈറ്റോ ഇത്ര 2 ദിവസമായിട്ട് വാണം വെച്ചാൽ ലൈറ്റ് കത്തൂല. ആൾക്ക് 2 ദിവസമായിട്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഗ്യാസിന്റെ വെച്ചപ്പോ ലൈറ്റ് വരെ കത്തി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ട. അങ്ങനത്തും കൂടെ ആക്കിയാലേ അത് ലൂസ് ആകണില്ലേ. മുകളിലെ സാധനമൊക്കെ കയറ്റി വെച്ചാണ്. എന്റെ ഒരു ഗ്യാസ് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പോയി. ഇത് മാറ്റിയാൽ മതിയായിരുന്നു. ഗ്യാസ് മൊത്തം ലീക്കാണ്. ഈ കൊച്ചിയിൽ കേടായിരുന്നു. ഇപ്പൊ പുതിയത് നമ്മൾ അവിടെ പോയി വാങ്ങി അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് മാത്രല്ല, ഇവിടെ ഒറ്റക്ക് നമ്മൾ ആരും ഇല്ലാത്തല്ലേ. ഇവിടെ വന്ന് എന്തെങ്കിലും ആവണ്ടാച്ചിട്ട് മാറ്റി കൊടുക്കണേ ഞാൻ. നമ്മൾ ഇങ്ങോട്ട് വരില്ലല്ലോ. ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യാണ്. ഗ്യാസ് ലീക്കായി ഒക്കെ പാട് പൊട്ടിത്തെറിക്കൂലേ. കോഴിയുടെ മുടി എടുക്കാണ്ടോ? കോഴിയുടെ മുടി എടുക്കാണ്ട് കോഴിനെ വെട്ടിട്ട് പോകുമ്പോ ഇനി കോഴി ഇതാവില്ലേ? ആ പിടിക്കില്ലേ? ഇതൊക്കെയാണ് ഉമ്മാന്റെ അവിടെ മിസ്സിംഗ് ആവുന്ന സംഭവങ്ങള്. ഏയ് എത്ര മുട്ടയാണ് സുട്ടേ? എത്ര മുട്ട ഉണ്ട്? 2 കോഴിയുണ്ട്. 2 കോഴി മുട്ടോടുണ്ടോ? ഒന്ന് സുട്ടോളുള്ളൂ. 30 റുപ്യയില്ലേ? മാനം കാണിച്ച വിരിയിലത് അല്ലെങ്കിലും വരിയില്ല. നാടൻ മുട്ടക്കോ? എന്ത് മുട്ടയപ്പോ അത്? ഇതിന് പൊരിച്ചു കൊടുക്കാട്ടോ. നാടൻ മുട്ടല്ലേ? അപ്പത്തേക്ക് 4 എണ്ണതാണ്. ചേമാരില്ലാത്ത മുട്ട പൊരിച്ചു കൊടുക്കണ്ട. കോഴിമുട്ട ഫുള്ള് ഒക്കെ നിന്ന് 4 എണ്ണോ തിന്നാണ്ടാക്കി തന്നെയല്ലേ? വരൂ. ആ അങ്ങനെ വന്ന് തിന്നിട്ട് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. അത് നടക്കി. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഉമ്മ ഹാപ്പി ആയി. ഉമ്മക്ക് ഞാൻ ഗ്യാസും കുറ്റി വെച്ച് കൊടുത്ത് ഉമ്മാനെ നമ്മളിനി ഇങ്ങോട്ട് മാറ്റി അല്ലേ?
വീഡിയോ ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. അതാണ് അംഗം. മുട്ട പെറുക്കാനും തീറ്റ പെറുക്കാനും മാങ്ങ പറിക്കാനും ആൾക്കാരോട് സംസാരിക്കാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചാ പോരെ. നടത്താൻ നമുക്ക് നല്ലതാണ്. ഈ പേരും അല്ല ഇതിപ്പോ വാടക കൊടുത്ത എന്റെ കോഴികൾ അവിടെ ഉണ്ടായില്ല, എന്റെ പൂച്ച അവിടെ ഉണ്ടായില്ല. നമ്മക്കൊരു പ്രൈവസി ഇതിനെ വരുമ്പോ ആൾക്കാര് ഞാൻ കേറട്ടെ ചോദിക്കണം. എന്താ ഞാൻ ഇപ്പൊ 4000 2000 കിട്ടും ഇതില്. അതിനെ പോലെ പഠിക്കുമ്പോ ആ പൈസ എടുത്ത് കിട്ടും. ഇല്ല എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ. നമ്മളാരും പുറത്താക്കാനും ഇതാക്കാനും ഒന്നും നമ്മൾ നിന്നില്ലേ. വെറുതെ ഓരോന്നും പറയാൻ നിൽക്കരുത് കേട്ടോ നിങ്ങള്. കാരണം വരുന്നവരൊന്നും ഉമ്മാനെ കാണാനില്ല, അമ്മാനെ കാണാനില്ല. ഇതാ കണ്ടാ പൂച്ചേ. എന്തെങ്കിലൊക്കെ പറയണ്ടേ. നിങ്ങളെ വീട് തുറക്കി കേറട്ടെ. കേറി ചായയും വെള്ളം കുടിച്ചിട്ട് പോവാ. നിങ്ങളെ വീട് തുറക്കി കേറട്ടെ അല്ലേ. അങ്ങനെ കേൾക്കാനാവും എല്ലാവർക്കും ഇഷ്ടം. നല്ല തലച്ചനേക്കായി സൂപ്പർ തന്നോ നല്ലൊന്നോട് ഏസില്ലേ. എന്താണ് ലൈറ്റൊക്കെ നിങ്ങൾ ഓഫാക്കി പോവും. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വെള്ളമുള്ള കൈ കൊണ്ടൊന്നും ഇടക്കിടക്ക് പോയി അത് തൊടാൻ നിൽക്കരുത്, മനസ്സിലായോ? കറണ്ട് ഉണ്ടോ എന്ന് വെച്ചിട്ട് പിടിച്ചു നോക്കരുത്. അതായത് മെയിൻ കണക്ഷനാണ് നിങ്ങൾ ഓഫാക്കണത്. കറണ്ട് ബില്ല് ലാഭിച്ചിട്ട് ഇതിങ്ങനെ ഓഫാക്കാതെ നിന്നാൽ ജീവനുണ്ട് പോവും. ആണോ? എന്താ ചെയ്യാ? അതിനൊരു ഇത് കൊടുത്തത് കൊറേ കാലായിട്ട് ഫാനൊന്നും ഇവിടെ തിരിച്ചറിയില്ല. ഉമ്മയുടെ റൂമെത്തി. ഈ റൂമിൽ കിടക്കാൻ ഉറക്കം വരുമോ? ഇനി നിങ്ങൾ ഉറക്കം നഷ്ടമാണെങ്കിൽ ഇവിടെ കടന്നോളി. നാളെ തുറത്തി കിടക്കണം. അങ്ങനെ നമ്മളെ തുമ്പി നിൽക്കണോക്ക കാഴ്ചകളൊക്കെ കണ്ട് പുല്ലൊക്കെ പറിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉമ്മതാ നിൽക്കുന്ന സിനിമ അവിടെ ബാക്കിലുണ്ട്, ഞാനിവിടെ കിടക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ കുറച്ച് സമയങ്ങൾ നമ്മളിവിടെ ചിലവഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.